ഹലോ, വെൽക്കം ടു മിറാക്കിൾ വ്ളോഗർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റോസ്റ്റാണ്. അപ്പോൾ ഞാൻ പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 2 കരിവേപ്പിൻ്റെ അല്ലി ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ജസ്റ്റ് ഒരു 60% നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ ജസ്റ്റ് ഉപ്പ്, മുളക്, മഞ്ഞൾ മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ നമ്മൾ അപ്പുറത്ത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ ഇതിലേക്ക് 2 സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ കമൻസൊക്കെ അറിയിക്കാം, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചത് നമ്മുടെ ചെമ്മീൻ നമ്മളപ്പുറത്ത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ഈ ഒരു ലെവലിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ഇടാനും മടിയുള്ളവർക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താൽ മതി, ഒരു 2 ടേബിൾ സ്പൂൺ ആയിട്ട്. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കരിവേപ്പിൻ്റെയും ചപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, then 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി, ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വേവിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പിൻ്റെ മാറ്റി കൊടുത്തിട്ടാണ് ഞാൻ ചെമ്മീൻ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്, പിന്നെ അല്ലെങ്കിൽ കരിവേപ്പിൻ്റെ കൂടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു 10 മിനിറ്റ് വേവിക്കും. ഒരു 5 മിനിറ്റ് അടിച്ച് വെച്ച് പിന്നെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിച്ചിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിപൊളി ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ 10 മിനിറ്റായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇനിയും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ